ഹായ് ഗൈസ്, ഞാൻ ഷൈലേക്ക്, അവോദയുടെ ചീഫ് ടെക്നിക്കൽ ഓഫീസറാണ്. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള പുതിയ ഒരു ഫീച്ചറാണ്. എന്താണത്? അതൊരു ബ്രൗസർ ബേസ്ഡ് ഐഡിയ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ പുറകിൽ ഈ കാണുന്നതാണെന്ത് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി പുതിയതായിട്ട് കൊടുക്കുന്ന ആപ്പ്. ഇതൊരു ബ്രൗസർ ബേസ്ഡ് ഐഡിയ ആണ്. എന്താണ് ഐഡി അല്ലെങ്കിൽ എന്താണ് ഒരു ബ്രൗസർ ബേസ്ഡ് ഐഡി? അത് പറയുന്നതിന് മുമ്പ് എന്താണ് ഒരു ഐഡി എന്ന് ഞാൻ പറഞ്ഞുതരാം. IDE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. നമുക്കറിയാം, നമ്മൾ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് ആപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ വെബ് ആപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിൻഡോസിൽ യൂസ് ചെയ്യുന്ന ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ലൈക്ക് JS, പൈത്തൺ, ജാവ, C#, അങ്ങനെ ഏതെങ്കിലും ഒരു ലാംഗ്വേജിലായിരിക്കും എന്ത് ചെയ്യുന്നത്, കോഡ് ചെയ്യുന്നത്. അങ്ങനെ കോഡ് ചെയ്യാനായിട്ട് എന്താണ്, നമുക്കൊരു എൻവയോൺമെന്റിന്റെ ആവശ്യമുണ്ട്. ലൈക്ക് നമുക്കൊരു സോഫ്റ്റ്വെയറിന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ CSS, HTML, JS ഇങ്ങനത്തെ ലാംഗ്വേജിലൊക്കെ ചെയ്യാനായിട്ട് എന്താണ്, നമുക്ക് VS കോഡ് എന്ന് പറഞ്ഞ ഒരു ഐഡിയുടെ ആവശ്യമുണ്ട്. ഇനിയിപ്പോ ആൻഡ്രോയിഡ് ആണെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ഐഡിയുടെ ആവശ്യമുണ്ട്. ഇനിയിപ്പോ എന്താണ്, നമുക്ക് C# ഏതെങ്കിലും ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനാണെങ്കിൽ എന്താണ്, അതിന് വേണ്ടിയിട്ട് നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ഐഡിയുടെ ആവശ്യമുണ്ട്. അങ്ങനെ ഓരോ IDE അഥവാ ആ ഒരു സോഫ്റ്റ്വെയറുകളിലാണ് എന്ത്, നമ്മൾ ഈ പറഞ്ഞ കോഡുകൾ ടൈപ്പ് ചെയ്യുന്നതും ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതും സേവ് ചെയ്യുന്നതും എല്ലാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, എന്താണ് ഒരു നോർമൽ ടെക്സ്റ്റ് എഡിറ്ററിൽ നിന്ന് ഒരു IDE ഡിഫറെന്റ് ആക്കുന്നതെന്ന്. പറഞ്ഞുതരാം. ഒരു നോർമൽ ടെക്സ്റ്റ് എഡിറ്ററിനകത്ത് എന്താണ്, നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനോ അത് സേവ് ചെയ്യാനും മാത്രമേ പറ്റൂ. പക്ഷെ ഒരു IDEക്കകത്താണ് IDE ഇപ്പൊ ടെക്സ്റ്റ് എഡിറ്റർ ആണെങ്കിൽ അത് ടെക്സ്റ്റ് പ്രോസസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആപ്പാണ്. പക്ഷേ ഒരു IDE ആണെങ്കിൽ അത് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോ അങ്ങനത്തെ സോഫ്റ്റ്വെയറിൽ എന്താണ്, നമുക്ക് കോഡ് ചെയ്യാം. ഇനിയിപ്പോ എന്താണ്, ഇപ്പൊ ഓരോ ലാംഗ്വേജിന്റെ സിന്റാക്സ് കാണുമല്ലോ. ലൈക്ക് ഇപ്പൊ ഞാനൊരു ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ IDE തന്നെ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലോസ് ചെയ്ത് തരും. ഇനിയിപ്പോ എന്താണ്, ഇപ്പൊ എന്റെ കോഡിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് ഏത് ലൈനിലാണെന്ന് നമുക്ക് കാണിച്ചു തരും. പിന്നെ അത് നമുക്ക് റൺ ചെയ്യാം. അതിനകത്ത് തന്നെ ബിൽറ്റ് ഇൻ ടെർമിനൽ കാണും. പിന്നെന്താണ്, നമ്മുടെ കോഡ് ഡീബഗ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുപാട് ടൂൾസും കാര്യങ്ങളും എന്താണ്, ഇന്റഗ്രേറ്റഡ് ആയിരിക്കും ഈ പറഞ്ഞ ഒരു IDEക്കകത്ത്. അപ്പോ ഇതാണ് ഒരു നോർമൽ ടെക്സ്റ്റ് എഡിറ്ററിൽ നിന്നും ഒരു IDE ഡിഫറെന്റ് ആക്കുന്നത്. അപ്പോ അടുത്ത കാര്യം എന്താണ്, നമ്മുടെ ഈ ബ്രൗസർ ബേസ്ഡ് IDE. ഞാൻ ഈ പറഞ്ഞ എല്ലാ IDEകളും ഓരോ സോഫ്റ്റ്വെയർസ് ആണ്. ഈ സോഫ്റ്റ്വെയർസ് നമുക്ക് നമ്മുടെ PC അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് റൺ ചെയ്യാനായിട്ട് പറ്റൂ. അതിന് നമുക്ക് ഫസ്റ്റ് റിക്വയർമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു PC അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ആണ്. രണ്ടാമത്തെ റിക്വയർമെന്റ് അത്യാവശ്യം സ്പെക്ക് ഉള്ള ഒരു PC അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആണ്. കാര്യം ഇപ്പൊ പഴയ പെന്റിയം പോലത്തെ അങ്ങനെ പഴയ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ലാപ്പിനകത്ത് എന്താണ്, അല്ലെങ്കിൽ ഒരു PCക്കകത്ത് നമുക്ക് ഈ പറഞ്ഞ IDEs നമുക്ക് വൃത്തിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇത് അത്യാവശ്യം റിസോഴ്സ് കൺസ്യൂം ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ്. അവിടെയാണ് നമ്മളുടെ ഈ ബ്രൗസർ ബേസ്ഡ് IDEയുടെ ബെനിഫിറ്റ് സ്റ്റുഡൻസിന് കിട്ടുന്നത്. ഇപ്പം PC അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഇല്ലാത്ത സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഇപ്പൊ പഴയ PC അല്ലെങ്കിൽ പഴയ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ്, പഴയതെന്ന് മീൻസ് കമ്പാരിറ്റീവ്ലി സ്പെക്ക് കുറഞ്ഞ ഒരു PC അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ എന്താണ്, അവർക്ക് ഈ ഒരു ബ്രൗസർ ബേസ്ഡ് IDE യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഈ IDE റൺ ചെയ്യുന്നത് ബ്രൗസറിലാണ്. ഇപ്പൊ നമുക്ക് ഈവൻ ഫോണിന്റെ ബ്രൗസർ ത്രൂ വരെ എന്താണ്, നമുക്ക് ഈ ഒരു IDE യൂസ് ചെയ്യാനായിട്ട് പറ്റും. അവിടെയാണ് ഇതിന്റെ ബെനിഫിറ്റ് വരുന്നത്. കാര്യം ഇതിൽ അവർക്കൊരു ഹൈ എൻഡ് സ്പെക്കിന്റെയോ അല്ലെങ്കിൽ എന്താണ് ഒരു PCയുടെ പോലും ആവശ്യം വരുന്നില്ല, ഒരു ലാപ്പിന്റെ പോലും ആവശ്യം വരുന്നില്ല. അവർക്ക് എന്താണ്, സ്വന്തം ഫോൺ യൂസ് ചെയ്തിട്ട് എന്താണ്, അവർക്ക് ഈ ഒരു IDE ആക്സസ് ചെയ്യാനും ഫോൺ യൂസ് ചെയ്തിട്ട് തന്നെ എന്താണ്, കോഡ് ചെയ്യാനും ആ കോഡ് റൺ ചെയ്യാനായിട്ടും പറ്റും. അതിപ്പോ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പൊ ബാക്കിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ student1.avodha.net student2.avodha.net ഇതെന്താണ് സംഭവം? ആക്ച്വലി ഒരു സ്റ്റുഡന്റ്, ഇപ്പൊ നമ്മൾ ഇവിടുത്തെ എന്താണ് ഒരു IT കോഴ്സ് എടുത്ത ഒരു സ്റ്റുഡന്റ്, ആ സ്റ്റുഡന്റ് ഇതിൽ വരുന്നു, നമ്മുടെ മെയിൻ ആപ്പിൽ വരുന്നു, ലോഗിൻ ചെയ്യുന്നു. അപ്പോൾ അതിൽ കുറേ ലിസ്റ്റ് കാണും. ഇപ്പൊ നോഡ് എടുത്ത സ്റ്റുഡന്റ് ആണ്, അതിനകത്ത് നോഡിനകത്ത് അവർക്ക് സെർവർ റൺ ചെയ്യും. ഇപ്പം എന്താണ് മേൺ എടുത്ത സ്റ്റുഡന്റ് ആണ്, അവർക്ക് നോഡിലും റിയാക്റ്റിലും ഒക്കെ അവർക്ക് സെർവർ ആണ്. അങ്ങനെ ഏത് സെർവർ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷൻ അതിനകത്ത് കാണും. ആ ഓപ്ഷനിൽ അവർ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ ഇപ്പം എക്സാമ്പിൾ student 1. അപ്പോ ഈ student 1 ഒരു നോഡിന്റെ സ്റ്റുഡന്റ് ആണ്. student 2 ഒരു വേറെ എന്തെങ്കിലും, ഇപ്പം റിയാക്ടിന്റെ സ്റ്റുഡന്റ് ആണെന്ന് വെച്ചോ. അപ്പോ student 1, ഇതിപ്പോ student 1 student 2 എന്ന് ഞാൻ ഇട്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, ഇത് സ്റ്റിൽ ഡെവലപ്മെന്റ് മോഡിലാണ്. ഇത് പ്രൊഡക്ഷനിലേക്ക് ഞാൻ പുഷ് ചെയ്തിട്ടില്ല. പ്രൊഡക്ഷനിലേക്ക് വൺസ് ഇത് പുഷ് ചെയ്ത് കഴിയുമ്പോൾ ഈ student 1 എന്നുള്ളത് മാറിയിട്ട് എന്താണ്, അതൊരു സ്റ്റുഡന്റിന്റെ പേരും വിത്ത് സം റാൻഡം ലെറ്റേഴ്സ്, അതൊരു യൂണിക് ഐഡന്റിഫയർ ആക്കാൻ വേണ്ടിയിട്ട് വിത്ത് സം റാൻഡം ലെറ്റേഴ്സ്. student 2 ആവുമ്പോൾ student 2ന്റെ നെയിം ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ നമ്മുടെ മെയിൻ ആപ്പിനകത്ത് ഈ സ്റ്റുഡൻസ് വന്ന് ലോഗിൻ ചെയ്തതിന് ശേഷം അവർ ഏതാണോ അവർക്ക് വേണ്ട സെർവർ, ആ സെർവറിൽ ക്ലിക്ക് ചെയ്ത ടൈമിൽ തന്നെ എന്താണ്, അവർക്ക് വേണ്ടിയിട്ട് ഒരു സബ് ഡൊമൈൻ ക്രിയേറ്റ് ആവും.
ഓക്കെ, ഇപ്പൊ ഷൈലേക്ക് ക്രിയേറ്റ് ഷൈലേക്ക് നോഡിന് വേണ്ടിയിട്ട് ഒരു സെർവറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഷൈലേക്ക് xyz.avadha.net. ഇനിയിപ്പോ സ്റ്റുഡന്റ് 2 എന്താണ് ഷിഫാസ് ആണെങ്കിൽ ഷിഫാസ് xyz.avadha.net. അങ്ങനെ എന്താണ് ഓരോ സ്റ്റുഡന്റിന് വേണ്ടിയിട്ട് ഓരോ സബ് ഡൊമൈൻ ക്രിയേറ്റ് ആവും. ഇവിടെ എന്താണ് സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പോൾ ഒരു സ്റ്റുഡന്റിൽ നിന്ന് വേറൊരു സ്റ്റുഡന്റിന് വിട്ട് നിൽക്കാൻ വേണ്ടി ഒരു ഐസൊലേറ്റഡ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവർക്കൊരു സബ് ഡൊമൈൻ മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത്, അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്താണ് നമ്മളൊരു സെർവറും കൂടെയാണ് കൊടുക്കുന്നത്. അതായത് ഇവർക്കൊരു ഐസൊലേറ്റഡ് സെർവറും കൂടെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവരിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോണിലാണെങ്കിൽ കൂടെ ഇവർക്ക് കോഡ് ചെയ്യാം. ഈ കോഡൊക്കെ ടൈപ്പ് ചെയ്ത് വെക്കാനായിട്ട് ഈ ഒരു ഐഡിയ വേണം. ഇത് ശരിക്കും VS കോഡ് തന്നെയാണ്, VS കോഡിന്റെ കോഡ് സെർവർ തന്നെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിൽ ഈ സേവ് ചെയ്യുന്ന കോഡ് ഫയല് കാര്യങ്ങളൊക്കെ എന്താണ് എവിടെയാണ് സേവ് ആവുന്നത്, അത് റണ്ണ് ചെയ്യുമ്പോൾ എവിടെയാണ് റൺ ആവുന്നത്. കാര്യം സ്പെക്ക് കുറഞ്ഞ ഒരു PC-ക്കകത്ത് എന്തായാലും ഒരുപാട് സ്പെക്ക് വേണ്ട ഒരു കോഡ് നമുക്ക് റൺ ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ഫോണിനകത്ത് നമുക്ക് ഒരുപാട് സ്പെക്ക് വേണ്ട ഒരു കോഡ് നമുക്ക് കോഡ് ചെയ്തിട്ട് റൺ ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞ ഫയലുകളൊക്കെ എവിടെയാണ് സേവ് ആവുന്നത്, ഇതൊക്കെ എവിടെയാണ് റൺ ആവുന്നത്, അതെല്ലാം നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സെർവറിലാണ് റൺ ആവുന്നത്. അതിപ്പോ നോക്കാമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കോഡുകളെല്ലാം ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ ഒരു കോഡ് എഴുതിയേക്കുവാണ്. ഇത് Node.js-ലാണ്, ഞാൻ വെറുതെ സാമ്പിൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് എഴുതിയാണ്. ഇത് ഇപ്പൊ 3000 പോർട്ടിൽ റൺ ചെയ്യും. അത് റൺ ചെയ്യുന്ന ടൈമിൽ ഇതിന്റെ ഒരു സാമ്പിൾ ഒരു API റെസ്പോൺസ് പോലെ, ഒരു JSON റെസ്പോൺസ് പോലെ, JSON റെസ്പോൺസ് തന്നെയാണ്. ഇത്രയും കാര്യങ്ങളായിരിക്കും JSON റെസ്പോൺസ് വരുന്നത്. സ്റ്റാറ്റസ് ട്രൂ, അതുപോലെ തന്നെ മെസ്സേജ് ഹലോ വേൾഡ് ഞാൻ ഡമ്മിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ കോഡ് ഞാൻ എഴുതിയ സമയത്ത് എന്താണ് app.js എന്ന് പറഞ്ഞ ഫയലിലാണ് ഞാനത് സേവ് ചെയ്തത്. ആ സേവ് ചെയ്ത ഫയൽ എന്താണ് ഇവിടെ ഉണ്ട്. ഇത് ഞാൻ റൺ ചെയ്യുന്നത് ഇവിടെ താഴെയുള്ള ടെർമിനലിലായിരിക്കും. ആക്ച്വലി ഇത് സേവ് ആയത് ആ സെർവറിലാണ്, അതുപോലെ തന്നെ ഇത് റൺ ആവുന്നത് എന്താണ് ആ സെർവറിലാണ്. അതുകൊണ്ട് ഇത് എത്ര വലിയ കോഡാണെങ്കിലും എത്ര റിസോഴ്സ് കൺസ്യൂം ചെയ്യുന്ന കോഡാണെങ്കിലും എന്താണ് സ്റ്റുഡന്റിന്റെ ഡിവൈസ് ഹാങ് ആവില്ല. ഈവൻ ഫോൺ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് പഴയ ഏതെങ്കിലും ഡിവൈസ് ആണെങ്കിലും എന്താണ് അത് ഹാങ് ആവില്ല. കാര്യം ഇതെല്ലാം നമ്മളുടെ സെർവറിലാണ് റൺ ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഡൗട്ട് കാണും, ഈ പറഞ്ഞ ഇപ്പൊ സ്റ്റുഡന്റ് 1 എഴുതിയ കോഡൊക്കെ സ്റ്റുഡന്റ് 2-ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡന്റ് 1-ന് കൊടുത്തിരിക്കുന്ന എന്താണ് ഒരു ഐസൊലേറ്റഡ് സെർവറിന്റെ സ്പേസ് ആണ്. ഇതുപോലെ തന്നെ സ്റ്റുഡന്റ് 2-ന് കൊടുത്ത എന്താണ് വേറൊരു ഐസൊലേറ്റഡ് സ്പേസ് ആണ്. മനസ്സിലായോ? അതായത് സ്റ്റുഡന്റ് 1-ന്റെ കോഡുകളൊന്നും സ്റ്റുഡന്റ് 2-ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്റ്റുഡന്റ് 2-ന്റെ ഒന്നും സ്റ്റുഡന്റ് 1-ന് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സ്റ്റുഡന്റിന്റെയും തമ്മിൽ എന്താണ് കോഡുകൾ ആക്സസ് ചെയ്യാനോ അതിൽ എഡിറ്റ് ചെയ്യാനോ പറ്റില്ല. ഇവർക്കൊന്നും നമ്മളൊരു ഡെഡിക്കേറ്റഡ് സെർവർ അല്ല കൊടുക്കുന്നത്. ആക്ച്വലി നമ്മളൊരു സെർവർ എടുത്തിട്ട് അതിനെ നമ്മൾ എന്താണ് ഓരോ ഐസൊലേറ്റഡ് കണ്ടെയ്നേഴ്സ്, അതിനെ ഡോക്കർ കണ്ടെയ്നേഴ്സ് എന്ന് പറയും. ഈ ഡോക്കർ കണ്ടെയ്നറുകളാണ് നമ്മൾ ഈ സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും എന്താണ് ഇൻഡിവിജ്വലി ഒരു ഐസൊലേറ്റഡ് സ്പേസ് ആണ് കിട്ടുന്നത്. ഞാനിപ്പം നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. സ്റ്റുഡന്റ് 1-ന്റെ വർക്ക് സ്പേസിൽ നോക്കാൻ ഇവിടെ ടെസ്റ്റ് നോഡ് ആപ്പ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. അതിനുള്ളിൽ നോഡ് മൊഡ്യൂൾസ് എന്ന് പറയുന്ന വേറൊരു ഫോൾഡർ ഉണ്ട്. പിന്നെ 2-3 ഫയലുണ്ട്. ഈ പറഞ്ഞ ഒന്നും എന്താണ് സ്റ്റുഡന്റ് 2-ന്റെ വർക്ക് സ്പേസിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. കാര്യം ഇത് രണ്ട് ഐസൊലേറ്റഡ് സ്പേസ് ആണ്. ഇവിടെ നോക്കാമെങ്കിൽ 42DF എന്ന് പറഞ്ഞൊരു മെഷീനാണ് ഇവിടെ സ്റ്റുഡന്റ് 2 യൂസ് ചെയ്യുന്നത്. സ്റ്റുഡന്റ് 1-ന്റെ ആകുമ്പോൾ FIBF എന്ന് പറയുന്ന വേറെ അങ്ങനെ സ്റ്റാർട്ടിങ് ചെയ്യുന്ന വേറെ ഹോസ്റ്റ് ആണ്. ഇത് രണ്ടും എന്താണ് വിർച്വൽ ഹോസ്റ്റ് ആണ്. കാര്യം ഇത് രണ്ടും ഡോക്കർ കണ്ടെയ്നേഴ്സ് ആണ്. ഇതുപോലെ എത്ര സ്റ്റുഡൻസ് വരുന്നു അത്രയും പേർക്ക് ഐസൊലേറ്റഡ് സ്പേസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇനിയിപ്പോ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സാമ്പിൾ കോഡ് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് നോക്കാമെങ്കിൽ എന്താണ് ബ്രൗസറിൽ 3000 പോർട്ടിൽ ഒരു സർവീസ് അവൈലബിൾ ആണ്. അങ്ങനെ പോർട്ട് ഫോർവേഡിങ്ങിന്റെ കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു കോഡ് ഇതിൽ സേവ് ചെയ്യാൻ മാത്രമല്ല അതേ സബ് ഡൊമൈനിൽ തന്നെ എന്താണ് അത് റൺ ചെയ്ത് അതിന്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് ആ കോഡിന്റെ ഔട്ട്പുട്ട്. ഞാനിപ്പോ ഇത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് റൺ ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. ഇനിയിപ്പോ എന്താണ് ഞാൻ നിങ്ങൾക്ക് സ്റ്റുഡന്റ് 2-ല് ജസ്റ്റ് ഒരു സാമ്പിൾ ഫയൽ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചത്. ഇത് വേറെ ഒന്നിനും വേണ്ടിയല്ല, ഇത് എത്രത്തോളം ഐസൊലേറ്റഡ് ആണ് ഈ എൻവയോൺമെന്റ് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നുകൂടെ പ്രൂവ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇപ്പൊ എന്താണ് test2 എന്ന് പറഞ്ഞ .txt എന്ന് പറഞ്ഞൊരു TXT ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞാൻ അതിനകത്ത് റാൻഡം കുറച്ച് ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്തു. ഇനി ഈ ഫയൽ എന്താണ് സ്റ്റുഡന്റ് 1-ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ എന്താണ് സ്റ്റിൽ സ്റ്റുഡന്റ് 1 ക്രിയേറ്റ് ചെയ്ത ഫയൽസ് മാത്രമേ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. സ്റ്റുഡന്റ് 2 ക്രിയേറ്റ് ചെയ്ത ഫയൽസോ കാര്യങ്ങളോ ഒന്നും സ്റ്റുഡന്റ് 1-ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു സ്റ്റുഡൻസിനും എന്താണ് തമ്മിൽ ഫയൽസ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് എൻവയോൺമെന്റ് ആണ് കൊടുക്കുന്നത്. ആക്ച്വലി ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് നമുക്ക് അതായത് നമ്മുടെ കമ്പനി സൈഡിൽ എന്താണ് കുറച്ച് എമൗണ്ട് വരുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിയുമ്പോൾ ഇപ്പോൾ
ഓരോ സ്റ്റുഡന്റ് ഇങ്ങനെ ഓരോ അക്കൗണ്ടിനകത്ത് എടുക്കുമ്പോൾ അവർക്ക് ഓരോ ഡോക്കർ കണ്ടെയ്നേഴ്സ് ക്രിയേറ്റ് ആവുന്നു, അവർക്ക് ഒരു ഐസൊലേറ്റഡ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ആവുന്നു. അങ്ങനെ ക്രിയേറ്റ് ആകുമ്പോൾ എന്താണ്, നമ്മുടെ CPU യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ സെർവറിന്റെ ആപ്പ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ള സെർവറിന്റെ റിസോഴ്സ് നല്ലപോലെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു കമ്പ്യൂട്ടർ ആണെങ്കിലും 100% CPU യൂട്ടിലൈസേഷൻ ആയി കഴിഞ്ഞാൽ എന്താണ്, അത് അവിടെ ക്രാഷ് ആയി പോകും, സെർവർ അവിടെ ക്രാഷ് ആയി പോകും. സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഒരു സെർവറും എന്താണ് 100% CPU യൂട്ടിലൈസേഷൻ ആയി കഴിഞ്ഞാൽ ക്രാഷ് ആയി പോകും. അപ്പോൾ മൾട്ടിപ്പിൾ യൂസേഴ്സ് സെയിം ടൈം ലോഗിൻ ചെയ്യുക, അക്കൗണ്ട് എടുക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഇത് യൂസ് ചെയ്യുകയോ ചെയ്യുവാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ട് എന്താണ് നമ്മുടെ സെർവർ ക്രാഷ് ആയി പോകും. അങ്ങനെ ക്രാഷ് ആവാതിരിക്കാനും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ യൂസേഴ്സിനെ അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യാനും വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ബിഗിനിങ്ങിൽ തന്നെ അത്യാവശ്യം വലിയ സ്പെക്കുള്ള ഒരു സെർവറാണ് നമ്മൾ എടുക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് സ്റ്റുഡൻസിന് ഇതിനകത്ത് ആക്സസ് കൊടുക്കാനും അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ആപ്പിന്റെ ഫീച്ചേഴ്സ് അവർക്ക് അറ്റ് എ ടൈം ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ വലിയൊരു സെർവർ അല്ലെങ്കിൽ വലിയ സെർവർ ഞാൻ ഉദ്ദേശിച്ച വലിയ സ്പെക്കുള്ള ഒരു സെർവർ നമ്മൾ എടുക്കുന്നതുകൊണ്ട് തന്നെ മന്ത്ലി ആ ഒരു സെർവറിന് വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല എമൗണ്ട് വരുന്നുണ്ട്. ഇതെന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എന്താണ് കഴിയുന്നതും PC നല്ല സ്പെക്കുള്ളവരോ അല്ലെങ്കിൽ എന്താണ് സ്വന്തമായിട്ട് ലാപ്പ് അത്യാവശ്യം സ്പെക്ക് ഉള്ളവർ എന്താണ് ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക്. നമ്മളിത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് PC ഇല്ലാത്തവർക്കോ അല്ലെങ്കിൽ എന്താണ് പഴയ PC അല്ലെങ്കിൽ ആപ്പ് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും അങ്ങനെയുള്ള ആൾക്കാരെ ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് ഇവിടെ. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഇനി കൂടുതൽ ഡൗട്ടൊന്നും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക് യു.